നമസ്കാരം. 5-ാം ദിവസം നിയമസഭയിൽ അടിപൊട്ടിച്ച് തകർത്താടിയിരിക്കുകയാണ് മാത്യു കുഴൽനാടൻ MLA. സഭ തല്ലി തകർക്കുന്ന നാടകീയമായിട്ടുള്ള രംഗങ്ങൾക്കാണ് ഇന്ന് സാക്ഷിയായത്. സ്പീക്കർ ഷംസീർ കലിതുള്ളി മാത്യു കുഴൽനാടനെതിരെ തിരിഞ്ഞപ്പോൾ പ്രതിപക്ഷം ഒന്നടങ്കം തന്നെ ഇളകി മറിയുന്ന കാഴ്ചയ്ക്ക് കൂടിയാണ് ഇന്ന് സഭ സാക്ഷിയായത്. ഇവിടെ പ്രധാനിയായിട്ട് ടി സിദ്ദിഖ് അടക്കമുള്ളവർ ചാടി എഴുന്നേറ്റ് കുഴൽനാടനൊപ്പം ചേർന്നപ്പോൾ പ്രതിപക്ഷ വിജയമായിരുന്നു സഭയിൽ കാണാനായിട്ട് സാധിക്കും. വന്യജീവി വിഷയത്തിൽ അഴിഞ്ഞാടിയ മാത്യു കുഴൽനാടന് മുന്നിൽ മുഴുവൻ മന്ത്രിമാരും ഭരണപക്ഷവും കീഴടങ്ങുന്ന കാഴ്ചയാണ് കാണാനായത്. ആ രംഗങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ നിയമം നിങ്ങൾ വായിച്ചതല്ലേ? ഈ നിയമം നിങ്ങൾ വായിച്ചറിഞ്ഞിട്ടാണ് ഈ സഭയിൽ കൊണ്ടുവരാൻ വേണ്ടി പബ്ലിഷ് ചെയ്തത്. കുറഞ്ഞ പക്ഷം ഞാൻ ചോദിക്കട്ടെ, മലയോര മേഖലയെ പ്രതിനിധിക്കുന്ന എന്റെ ഏറ്റവും ബഹുമാനായിട്ടുള്ള ജ്യേഷ്ഠ സഹോദരൻ റോഷി അഗസ്റ്റിൻ, അങ്ങയുടെ കയ്യിൽ ഇത് വന്നതല്ലേ? മലയോര മേഖലയുടെ വേദന അറിയാത്ത ആളാണോ അങ്ങ്? അങ്ങടക്കം അപ്രൂവ് ചെയ്തിട്ടല്ലേ? മുഖ്യമന്ത്രി അപ്രൂവ് ചെയ്യാതെ ഒരു കാരണവശാലും ഈ ബില്ല് പബ്ലിഷ് ചെയ്യില്ല എന്നിരിക്കെ മലയോര മേഖലയുടെ ശബ്ദം ദുർബലമായി എന്ന് മാത്രമല്ല സാർ, UDF ആയിരുന്നപ്പോ, KM മാണി ഉണ്ടായിരുന്നപ്പോ മലയോര മേഖലയുടെ ജനയുടെ ശബ്ദം അധികാരത്തിന്റെ അകത്തളങ്ങളിൽ മുഴങ്ങുമായിരുന്നു. പക്ഷെ ഇന്ന് അധികാരത്തിന്റെ അകത്തളങ്ങളിൽ അവരുടെ ശബ്ദമില്ല എന്ന് മാത്രമല്ല, അവരുടെ രോദനം കേൾക്കാൻ കഴിയുന്ന ഒരു കാതുപോലും ഇല്ലാത്ത സർക്കാരായി മാറി. കേരള കോൺഗ്രസിന് UDF-ലായിരിക്കുമ്പോ എത്ര ശബ്ദമുണ്ടായിരുന്നു സാർ? അവർ KM മാണി ജീവിച്ചിരിക്കുന്ന സമയത്ത് UDF സർക്കാർ അധികാരത്തിലിരുന്നാൽ ഇങ്ങനെ ഒരു ഭേദഗതി ബിൽ ഈ സംസ്ഥാനത്ത് പബ്ലിഷ് ചെയ്യപ്പെടുമായിരുന്നു. ഇന്ന് അവരുടെ ശബ്ദം പിൻവലിച്ചു. ഇവിടെ പറയേണ്ട കാര്യം എന്താണ്? വനനിയമ ഭേദഗതി അവതരിപ്പിക്കാൻ അതില്ലാത്തതല്ലേ? പിൻവലിച്ച കാര്യം ഇവിടെ പറയേണ്ട കാര്യം എന്താണ്? പിൻവലിച്ച കാര്യം ഇവിടെ അവതരിപ്പിക്കേണ്ട കാര്യം എന്താ? ഇവിടെ എന്താണ് അടിയന്തര പ്രമേയം? നിങ്ങളുടെ എല്ലാ പ്രകടനവും നടത്തേണ്ട വേദിയല്ല ഇത്. ഇവിടെ അവതരിപ്പിക്കേണ്ട കാര്യം അവതരിപ്പിക്കാൻ എഴുതുന്ന വിഷയം എന്താ? നിങ്ങൾക്ക് ഡിമാൻഡ് ചെയ്ത കാര്യം പറയാം. വന നിയമ ഭേദഗതി പിൻവലിച്ചതാണ്, അതിവിടെ പറയേണ്ട കാര്യമില്ല. നിങ്ങൾ എഴുതുന്ന കാര്യം ഇവിടെ ഉണ്ട്. വനം വന്യജീവി ആക്രമണം എഴുതുന്നത് പിന്നെ നിങ്ങൾ എന്തും വിളിച്ചു പറയാനാണോ? യെസ്, കം. നോ, അടിയന്തര പ്രമേയത്തിനകത്ത് അതിൽ നിന്ന് സംസാരിക്കണം. എങ്കിൽ രാഷ്ട്രീയ പ്രസംഗം നടത്തിക്കോട്ടെ. ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ ഡിമാൻഡ് ഉണ്ടല്ലോ. നയപ്രഖ്യാപനത്തിൽ പ്രസംഗിച്ചോ? യെസ്, അവിടെ ഇരിക്കണം. യെസ്, അങ്ങ് കണ്ടിന്യൂ. യെസ്, അങ്ങ് കണ്ടിന്യൂ. സർ, വന്യജീവിയുടെ അക്രമവുമായി ബന്ധപ്പെടാത്തതാണ് സർ വനനിയമം പരാമർശിക്കാൻ പാടില്ലേ? ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് പൊള്ളുന്നത് എന്തുകൊണ്ടാണ്? പൊള്ളുന്നത് ഈ കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞ് ജയിച്ചു വന്ന എല്ലാവരും മലയോര മേഖലയിലെ ജനങ്ങളുടെ വോട്ട് വാങ്ങി ജയിച്ചു വന്നവരാണ് സർ. അവർക്ക് പറയാൻ കഴിയും അവരല്ലെന്ന്. ആ വോട്ട് വാങ്ങി ജയിച്ചു വന്നവർ ഇന്ന് നിയമത്തിന് അനുകൂലമായി നിന്നപ്പോ പൊതുജന വികാരം ഉയർന്നു വന്നപ്പോ ശരിയാണ്, മാറ്റേണ്ട വന്നു. മുഖ്യമന്ത്രി അങ്ങ് പറയരുത് അങ്ങ് അറിയാതെയാണ് കാണാതെയാണെന്ന്. അതിന്റെ അർത്ഥം അങ്ങക്ക് ഭരണത്തിൽ ഒരു കാര്യം എക്കും ചുക്കും അറിയില്ലെന്നാ? ഇതുപോലൊരു നിയമം വരുമ്പോ അതുകൊണ്ട് അത് ഞങ്ങൾ പറയും. അത് പറയാതിരിക്കാൻ കഴിയില്ല. ഞാൻ അവസാനിപ്പിക്കുകയാണ് സാർ. ഞാൻ ഇന്നത്തെ ഞാനിവിടെ പരാമർശിച്ച കാര്യങ്ങൾ ഏതെങ്കിലും തെറ്റാണെങ്കിൽ അങ്ങ് ചൂണ്ടിക്കാണിക്കണം. ഞാൻ പിൻവലിക്കാം. ഞാൻ ചോദിക്കുന്ന വന ഭേദഗതി നിയമം ഈ ഇരിക്കുന്ന മന്ത്രിമാർ കാണാതെ അറിയാതെയാണോ വന്നത്? അത് നിഷേധിക്കാൻ കഴിയോ? ഞാൻ ചോദിക്കുന്നത്, ഞങ്ങൾക്ക് ഉറച്ചു പറയാൻ കഴിയും, UDF സർക്കാർ അധികാരത്തിലിരിക്കുമ്പോ മലയോര മേഖലയിലെ ജനങ്ങളുടെ ശബ്ദം അധികാരത്തിന്റെ അകത്തളങ്ങളിൽ ഉണ്ടായിരുന്നു. 100%. പക്ഷേ ഇന്ന് ഞാൻ അങ്ങയോട് മറ്റൊരു കാര്യം വന്നു. ഈ സർക്കാരിന്റെ നിരന്തരമായ ഭാഷ്യം കേന്ദ്ര സർക്കാരിന്റെ നിയമമായതുകൊണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന്. തൊട്ടയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലേക്ക് നോക്കണം. സ്റ്റാലിൻ എന്ന മുഖ്യമന്ത്രി ഒരു നിയമം പാസാക്കി. കാട് വിട്ടിറങ്ങുന്ന കാട്ടുപന്നി 3 കിലോമീറ്ററിനകത്ത് എവിടെയാണെങ്കിലും വെടിവെച്ചു കൊല്ലാമെന്ന നിയമം വന്നു. എന്തുകൊണ്ടാണ് സാർ നിങ്ങൾ ഒരു സ്റ്റെപ്പ് എടുക്കാൻ കഴിയാത്തത്? ഈ സർക്കാരിന് ഒരു അധികാരവുമില്ല, ഒരു പവറുമില്ല എന്ന് പറയരുത്. പക്ഷെ നിങ്ങൾ അത് ചെയ്യാൻ തയ്യാറല്ല സാർ. എന്നെ വേദനിപ്പിക്കുന്ന കാര്യം, നമ്മൾ ആരും കാണാതെ ആരും ശ്രദ്ധിക്കാതെ നിശബ്ദമായ ഒരു കുടിയിറക്കം ഇന്ന് ഈ മലയോര മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലുള്ള നിരന്തരമായ പ്രയാസങ്ങൾ കൊണ്ട് വിഷമം കൊണ്ട് ഇത് ഞാൻ അങ്ങനെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല. ഞാൻ അവസാനിപ്പിക്കും. പ്ലീസ്, ഉള്ള സമയമെങ്കിലും സംസാരിക്കാൻ അനുവദിക്കണം സർ. ഉള്ള സമയമെങ്കിലും സംസാരിക്കാൻ. ഞാൻ കൺക്ലൂഡ് ചെയ്യാണ് സാർ. ഞാൻ അധികം പറയുന്നില്ല. നിങ്ങൾ അസ്വസ്ഥരായിട്ട് കാര്യമില്ല. ഞാൻ പറയുന്നത് ഇന്ന് സംസ്ഥാന
എന്താ സുഹൃത്ത്? പ്ലീസ് അങ്ങ് സംസാരിച്ചോ. യെസ് സർ, ഞങ്ങൾ ഒരു കാര്യം കൂടി പറയാം. ഈ മലയോര മേഖലയിലെ ജനത്തിന്റെ ശബ്ദം അങ്ങേറ്റം ദുർബലമായ സാഹചര്യത്തിൽ UDF മലയോര മേഖലയിലെ ജനങ്ങളുടെ വികാരം ഏറ്റെടുത്തുകൊണ്ട് പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ മലയോര ജാഥ നടത്തുകയാണ്. ഞാൻ ബഹുമാനായ റോഷി അഗസ്റ്റിന് ആ ജാഥയിൽ ഒരിടത്ത് പങ്കെടുക്കാൻ കാരണം ദുർബലമായി പോയ ആ ശബ്ദത്തെ തിരിച്ചു പിടിക്കാൻ കോൺഗ്രസിന്റെ UDFന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ആ മലയോര ജാഥയിലേക്ക് കേരള കോൺഗ്രസുകാർ കടന്നു വന്ന് രാഷ്ട്രീയ പ്രായശ്ചിത്തത്തിന് നിങ്ങൾ തയ്യാറാകണം എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും ഗൗരവമായ ഒരു വിഷയം ഈ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് സർ. എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. Please subscribe our channel.